guys, welcome back to our YouTube channel Karinyan Girls. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഹൈഡ് ആൻഡ് സീക്ക് ആണ്. എൻ്റെ പേര് കാതറിന രാജേഷ്. എൻ്റെ പേര് ദേവിക ജോസ്. എൻ്റെ പേര് കരോളി. അപ്പോൾ ഗായ്സ്, ഇവരുടെ രണ്ടുപേരുടെയും ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, ദേവികയുടെ ദേവേഴ്സ് വേൾഡ്. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഇവളുടെ ഫാമിലി 13, പിന്നെ ഞങ്ങളുടെ ഗേൾസ്. അപ്പോൾ ആണെങ്കിൽ എല്ലാവരുടെയും യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്ക് പൊട്ടിക്കുക. അപ്പോൾ ഇവളാണ് ക്യാമറ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണത്. പിന്നെ ഞങ്ങൾ 3 പേരാണ് പ്ലെയേഴ്സ്. ഇവളാണെങ്കിൽ എല്ലാവരെയും കാണിക്കും, പിന്നെ എന്നെ കാണിക്കും, എല്ലാവരും സാറ്റടിക്കുന്നതൊക്കെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗായ്സ്, നമുക്ക് കളി തുടങ്ങാം. അപ്പോൾ ഗായ്സ്, ആൻഡ്രിയ ആണ് ക്യാച്ചർ. അപ്പോൾ അവൾ എണ്ണി തുടങ്ങും. അവൾ കണ്ടിന്യൂസ് ആയിട്ട് എണ്ണിക്കൊണ്ടിരിക്കണം. ഞാൻ പറയും സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴേ ഇവൾ നിർത്താൻ പാടുള്ളൂ. ഇവർ രണ്ടുപേരും ഒളിക്കുന്ന സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരും. പിന്നെ എന്നിട്ടാണ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴാണ് ഇവള് വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ ക്യാമറകളാണ്. പിന്നെ ആണെങ്കിൽ ഇവർ ഒളിക്കുന്ന സ്ഥലം എന്നോട് പറയും. അപ്പോൾ നമുക്കൊന്ന് പറയാം. ഡിസ്കസ് ചെയ്യാൻ 20 സെക്കൻഡ്സ് തരുന്നതായിരിക്കും. നീ ഏത് സ്ഥലത്ത് വിളിക്കുന്നത്? ഞാൻ കാട്ടിൻ്റെ അവിടെ ആയിട്ട് വിളിക്കാം. നീ എവിടെ വിളിക്കുന്നത്? ഓക്കെ, നമ്മൾക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഗെയിം അതിൽ കൂടുതലാണോ? നീ കണ്ടിന്യൂസ് ആയിട്ട് എണ്ണിക്കോ. ഞാൻ പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരെ വിളിക്കുന്ന സ്ഥലം ഒന്ന് കാണിക്കാം. ഞങ്ങളുടെ പെറ്റസ് ഉണ്ട്, ഇവർ കാണിച്ചിട്ടുണ്ടാവും. ഇവർ വിളിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവർ വിളിക്കുന്നത് ഇവിടെയാണ്. എടി നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് വെക്കിക്കോ. അവൻ അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കണ്ട, മനസ്സിലാവും. ഓക്കെ, ഇവർ ഇവിടെ വിളിക്കണേ. അപ്പോൾ നമുക്ക് അതിൽ കൂടെ പോവാം. ക്യാമറയിൽ നമുക്ക് അതിൽ കൂടെ പോവാം കേട്ടോ. അവളവിടെയാണ് എണ്ണുന്നത്. നമുക്ക് അവിടേക്ക് പോവാം. കാടിൻ്റെ വഴി അവളെ റൂട്ട് തെറ്റിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അവളുടെ അടുത്തേക്ക് പോവാം. കുഴപ്പമില്ല, അവളുടെ അടുത്തേക്ക് പോവാം. അവൾ സ്റ്റോപ്പ് പറയാം. ഓക്കെ, സ്റ്റോപ്പ്. ഓക്കെ, അവളപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവളുടെ പുറകെ ഇതായിട്ട് പോവാം. വീഡിയോ കേട്ടോ. എങ്ങോട്ടാണ് ക്യാമറ? നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവായിരുന്നു. എവിടെ പോകുന്നത്? ഹലോ ഗൈസ്, നമ്മുടെ ലൊക്കേഷൻ ഇവിടെ തന്നെയാണ്. അവൾ കറക്റ്റ് സ്ഥലത്തേക്ക് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അവളുടെ പുറകെ ഒന്ന് പോവാം. അവൾ ആ വഴിയിലാണ്. അപ്പോൾ നമുക്ക് ഈ വഴി കൂടെ പോവാം. വേറെ വഴിയിലാണ് അവൾ, പക്ഷെ ഞാനും വേറെ വഴിയിലേക്ക് പോവാം. എനിക്കൊന്നും അവർ എക്സാക്ട് ലൊക്കേഷൻ അറിയുന്ന തോന്നുന്നു. ലൊക്കേഷൻ എങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട് നമുക്കൊന്നും അറിയില്ല. എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്? സോ അവരെന്നോട് പറഞ്ഞ ലൊക്കേഷനല്ല ഇപ്പോൾ നിൽക്കുന്നത്. അവർ മാറിയിട്ടുണ്ട് ലൊക്കേഷൻ. അപ്പോൾ ലേക്ക് സാറ്റടിച്ചു. ഇനിയും കാരോളിനും കൂടി സാറ്റടിക്കാനുണ്ട്. നമ്മുടെ പെറ്റ് സിംബ അവിടെ നിന്ന് കുരയ്ക്കാണ്.
കണ്ടോ കണ്ടോ, അതിന് നല്ല സ്നേഹമൊക്കെ നമ്മളോട്. കണ്ടോ, നല്ല സ്നേഹമാവൻ. കണ്ടോ കണ്ടോ, കുരയ്ക്കുമെന്ന് മാത്രമേ കണ്ടോ കണ്ടോ, നല്ല പറയുന്നുണ്ട്. നമുക്ക് അവനെ ഒന്ന് പുറത്തേക്ക് ഇറക്കിയാലോ. കണ്ട കണ്ട കണ്ട, സ്നേഹം കാണിക്കും ഗൈസ് ഇവൻ. നല്ല ഓ, പുറകിൽ നിന്നാണ് അവൻ കളിക്കുന്നത്. ബെയിനെ കുറിച്ചുകൊണ്ടിരിക്കണേ. അതെ, ആളിവിടെ ഉണ്ട്. ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാനും പേടിയതേ. അവൻ തന്നെ തിരിച്ച് കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ കൊതുക് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. പിന്നെ കൊതുക് പോകണല്ലോ. പുറകെ തന്നെ കളിക്കുകയാണ്. ക്യാമറ കാണിക്കുമ്പോൾ അവൻ ഓടിപ്പോവാട്ടോ ഗൈസ്. ഗൈസ് നമ്മുടെ കരോളിനൂടെ കരോളിനൂടെ സാറ്റ് അടിക്കാൻ പോവാണ്. അവിടെ സിംബ വെറുതാണെന്ന് പറയാം. അവിടെ വെക്കാം. സിംബയ്ക്ക് കുറച്ച് കൊല കൂടുതലാണ്. എൻ്റെ അനിയത്തിനെ കണ്ടുകൊണ്ടിരിക്കും. കരോളിന് ഇവിടെ ഉണ്ട്. എന്തായാലും കരോളിൻ എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ എനിക്കറിയാം. ഇനി നമുക്ക് ഓരോ പ്രാവശ്യം കൂടി സിംബനെ പോയി കളിപ്പിക്കാം. നമുക്ക് ഒരാഴ്ചയും കൂടി സിംബനെ പോയി ഒന്ന് കളിപ്പിച്ച് കൊണ്ടുവരാം. ഗൈസ്, അപ്പോൾ ദേവിക്ക് ക്യാൻസർ ആവുമെന്ന് പറഞ്ഞു. അവൾ സാറ്റ് അടിച്ചെങ്കിലും രണ്ടുപേരും സാറ്റ് അടിച്ചു. എന്നാൽ ഇവള് ക്യാൻസർ ആയിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്ലേസ് ലൊക്കേഷൻ നമുക്കൊന്ന് കാണാം. 20 സെക്കൻഡ്സ് വെച്ച് ലൊക്കേഷൻ മീറ്റിംഗ് തരണം. ഓക്കെ, അപ്പോൾ നീ എവിടെ വിളിക്കാൻ പോകുന്നു? പോറടി, അവള് കേൾക്കൂലേ? എടി നീ അങ്ങോട്ടേക്ക് പോയേ. നീ ഉറക്കെ പറയിപ്പിക്കുന്നു. നീ എവിടെ വിളിക്കുന്നേ? ഞാൻ ഷാർജൻ്റെ അവിടെ മതിൽ ചാടാം. ഷാർജൻ്റെ അവിടെ മതിൽ ചാടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പക്ഷെ ഓടിക്കാൻ വന്നു. ചിലപ്പോൾ കാർ പോർച്ചിൻ്റെ ഉള്ളിൽ ഓടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാച്ചറിനോട് സ്റ്റാർട്ട് ചെയ്യാൻ പറയാം. ക്യാച്ചർ എണ്ണിക്കോ. 1 2. ഓക്കെ, എണ്ണിക്കോ. എടി ഞാൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴായിട്ട് നിർത്താൻ പാടുള്ളൂ. ഒരു ലൊക്കേഷൻ നിങ്ങൾ ഉള്ളിലേക്ക് പോയേക്കാണ്. ഇവിടെ കൂടെ മതിലാടി അവിടെ ഒന്ന് സാറ്റ് അടിക്കാനാണ് ഇപ്പോൾ ഇവരുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് ക്യാച്ചിൻ്റെ അടുത്തേക്ക് പോകാം. എന്നിട്ട് ഉള്ളത് സ്റ്റോപ്പ് ചെയ്യാൻ പറയാം. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഇനി നമ്മൾ ഇവളുടെ ക്യാമറകളും ഞാൻ ഒന്ന് അമ്മാമ്മ എനിക്കൊരു അത്യാവശ്യം അമ്മ എന്നോട് ഒന്ന് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കേട്ടിട്ട് ഞാൻ ക്യാമറകൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ എല്ലായിടത്തും തിരയാണ്. ഇവിടെ മൊത്തം എവിടേക്കൊക്കെ പോണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് പോയി നോക്കാണ്. നമ്മൾ ഇവളുടെ പുറകെ ക്യാമറ ഇട്ട് പോവുകയാണ്. എനിക്കൊന്നും സൗണ്ട് കേട്ടുന്നു. ഇവള് സൗണ്ട് കേട്ടെന്ന് തോന്നണം. അപ്പോൾ നമ്മൾ ഇവളുടെ പുറകെ പോവാം. ഇനി ക്യാച്ചർ ഇവള് തന്നെയാണ്. നമുക്ക് അപ്പോൾ ഒരു പ്ലേസിൽ ലൊക്കേഷൻ ഒന്ന്
ഡിസ്കസ് ചെയ്യുന്ന സമയം തന്നെ 20 സെക്കൻഡ്സ്. അതിലും കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. വെയിറ്റ് ചെയ്യണം. ഈ സ്ഥലത്ത് വിളിക്കാൻ പോകുന്നതേക്ക് ഗീതാൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ വിളിക്കണം. അത് ഇവിടെ വിളിക്കണം. ഇവിടെ വിളിക്കാം. സോഫയുടെ പുറകിൽ കരോളിനും ഇവള് ആദ്യം ചെയ്യുന്നതിൻ്റെ എവിടെയോ ഒരു സ്ഥലത്ത് വിളിക്കണം. അപ്പോൾ നമുക്ക് സ്ഥലത്തേക്ക് പോകാം. ആൻഡ്രിയ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തോ. ഇത് നമുക്ക് ലെറ്റ്സ് ഗോ ചെയ്യാം. കേച്ചർ ആൻഡ്രിയ ഇവളുടെ പുറകെ പോവാം. ഞാൻ ഒരു കൂട്ടം പറയാനുണ്ട്. ഇവള് കരോളിൻ്റെ ഒരു ലൊക്കേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എടി എനിക്ക് ക്യാമറയോട് ഒരു കാര്യം. അവൾ കരോളിനെ കണ്ടു.